വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷക ജെ.വി. ശ്യാമിലിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ ബെയ്ലിൻ ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങൾ വിശദമായി കേട്ട ശേഷമായിരുന്നു തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയൽ ഇന്നത്തേക്ക് നീട്ടിവച്ചത്. പരാതിക്കാരിയായ ശ്യാമിലിയാണ് പ്രകോപനമുണ്ടാക്കിയതെന്ന വാദം ശനിയാഴ്ചയും പ്രതിഭാഗം ആവർത്തിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ ബെയ്ലിൻ ദാസിന്റെ ജാമ്യഹർജിയെ ശക്തമായി എതിർത്തു. സഹപ്രവർത്തകരായ ജൂനിയർ അഭിഭാഷകമാർ തമ്മിൽ വക്കീൽ ഓഫീസിൽ വെച്ചുണ്ടായ തർക്കത്തിൽ ബെയ്ലിൻ ഇടപെടുകയായിരുന്നുവെന്ന് പ്രതിഭാഗം പറഞ്ഞു. ബോധപൂർവമായ ആക്രമണം ഉണ്ടായിട്ടില്ല, എന്ത് ഉപാധിയോടെയാണെങ്കിലും ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ച സംഭവം ഗൗരവമുള്ളതു തന്നെയാണെന്ന് പ്രോസിക്യൂഷനും ആവർത്തിച്ചു. തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെയും ഇരയെയും സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ചയാണ് വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിൽ വെച്ച് ശ്യാമിലിക്ക് ക്രൂരമർദ്ദനമേറ്റത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബെയ്ലിൻ ദാസിനെ വ്യാഴാഴ്ച പോലീസ് വാഹനം തടഞ്ഞ് പിടികൂടുകയായിരുന്നു. അതേസമയം സ്വയം മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചെന്ന തരത്തിൽ ബാർ അസോസിയേഷനിലെ ചിലർ തനിക്കെതിരെ നുണപ്രചരണം നടത്തുകയാണെന്ന് സീനിയർ അഭിഭാഷകന്റെ മർദ്ദനമേറ്റ ജെ. ശ്യാമിലിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു.